ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിജി. എല്ലാവർക്കും SR ഹോബീസിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ ഇഡ്ഡലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ വെറും 2 ടീസ്പൂൺ ഉഴുന്ന് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മളെല്ലാവരും 2 ഗ്ലാസ് അളവിൽ അരിക്ക് 3/4 ഗ്ലാസ് അളവിൽ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. ഇതിൻ്റെ അകത്ത് വെറും 2 ടീസ്പൂൺ വെച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത്. പക്ഷേ അതിന് പകരമായിട്ട് ഒരു സ്പെഷ്യൽ ടിപ്പ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. 2 ഗ്ലാസ് അളവിൽ പച്ചരി നമുക്ക് ഒരു ബൗളിലോട്ടാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തോട്ട് 2 ടീസ്പൂൺ ഉഴുന്ന് മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ട് ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം. 3-4 വട്ടം ഒന്ന് കഴുകി നമുക്ക് കുതിരാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കും ഒരു 5-6 മണിക്കൂർ നേരം. അപ്പോൾ ഞാൻ നന്നായിട്ട് കുതിർന്ന് കഴിഞ്ഞ് ഒന്നുകൂടെ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊരു ഫൈനായിട്ട് നമുക്ക് നടിച്ചെടുക്കാം. ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം. ഇനി 1/2 ഗ്ലാസ് അളവിൽ ചോറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഇപ്പോൾ അടിച്ചെടുക്കുന്നത്. മൊത്തത്തിൽ ഞാനിപ്പോൾ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നമുക്ക്. ഇനിയാണ് മെയിൻ ടിപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇന്നലെ ഇഡ്ഡലി ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ടൈം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാകും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടും. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് കവർ ചെയ്ത് എടുത്ത് രാവിലെ ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വീർത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഈ സമയത്ത് അങ്ങ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കുറച്ച് അധികം തയ്യാറാക്കണമെങ്കിൽ ഉപ്പ് ഈ സമയത്ത് ചേർക്കണ്ട. ആവശ്യത്തിന് എടുത്തതിന് ശേഷം ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള മാവ് നമുക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ചേ ഉള്ളതുകൊണ്ട് മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്യുകയാണ് ഉപ്പ് ചേർത്ത്. ഞാൻ നേരത്തെ തന്നെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ കുഴിയിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ തന്നെ ഞാൻ എണ്ണയൊക്കെ തടവി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് 2 തട്ടയിലും ഇതുകൊണ്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നോക്കാം. നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെയാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞ് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ എടുക്കാം ഓരോന്ന്. ഇതിപ്പോൾ ഞാൻ ചൂടോട് കൂടിയാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു കൈ വെച്ച് തന്നെ എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ചൂടുണ്ടല്ലോ, അതുകൊണ്ട് സ്പൂൺ വെച്ചാണ് ഞാൻ എടുക്കുന്നത്. കുറച്ച് വെള്ളം ഞാൻ കുടഞ്ഞു കൊടുത്തായിരുന്നു പെട്ടെന്ന് എടുക്കാൻ വേണ്ടി. ഇതിപ്പോൾ മക്കളെ വിടാനുള്ള തിരക്കിനിടയ്ക്ക് ഞാനങ്ങനെ ചെയ്യുന്നതാണ്. ഇനി ബാലൻസ് ഉള്ളതും നമുക്ക് ഇതുകൊണ്ട് റെഡിയാക്കി എടുക്കാം. നമ്മുടെ അടുത്ത ഇഡ്ഡലിയും ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. ഈ ഇഡ്ഡലിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.